നമസ്കാരം, എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. കങ്കുവ കങ്കുവ ഇത് പറയുന്ന ഭയങ്കര വൈബുള്ള ആളാട്ടോ. അതാണ് ഇത് കങ്കുവെന്ന് പറയുമ്പോൾ തന്നെ ആ ബിജിഎമ്മോടെ വരുന്നത്. എന്താണെങ്കിലും വേറെ ലെവല് സാധനം കേട്ടോ. പക്ഷേ സോറി, അതിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്താ പറയുക, അത് കങ്കുവയെ കുറിച്ച് പാടുന്നതാണ്. അതൊരു സത്യം. ഇത് കങ്കുവയെ കുറിച്ച് പറയുന്ന, അത് സിനിമ കങ്കുവാണെങ്കിലും കങ്കുവയെ കുറിച്ചല്ല ഞങ്ങൾ പറയാൻ വന്നിരിക്കുന്നത്. അതായത് ഇതിലെ വില്ലൻ ഉദിരൻ, ബോബി ഡിയോൾ. യെസ്, ആളുടെ ബർത്ത്ഡേ ആണെന്ന്. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. കറക്റ്റായിട്ട് ബോബി ഡിയോൾ മനസ്സിലാവുന്നതുകൊണ്ട് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പാടി. പെട്ടെന്ന് മനസ്സിലാവുന്ന ഭാഷയിൽ പറയുമ്പോ മനസ്സിലായ എന്നറിയില്ലേ, അതുകൊണ്ടല്ലേ മലയാളത്തിൽ പാടിയത്. ഏതായാലും കൊള്ളാം. എന്താണെങ്കിലും ആളുടെ ജന്മദിനമായിട്ട് ആളുടെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ, യെസ്, വില്ലന്റെ അതായത് ഉദിരന്റെ ക്യാരക്ടർ പോസ്റ്റർ ഏതാനും നിമിഷങ്ങൾക്കകം വരും. വന്നു, ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വന്നിട്ടുണ്ടാവും. വന്നിട്ടുണ്ടെങ്കിൽ മെസ്സേജ് വരണ്ടാവും. ആദ്യം നീ കാണും, അതിനുശേഷം ഞാൻ കാണുള്ളൂ. എന്നിട്ട് റിയാക്ഷനടെ ഇല്ല, 2 മിനിറ്റ് കഴിഞ്ഞു. ഒരു മിനിറ്റ് ഇതൊന്നും എടുക്കട്ടെ. വാച്ചൊക്കെ ശരിയാക്കിക്കണേ. അത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറേ നേരമായി നീ എന്താ അത് പറയാത്ത ഇങ്ങനെ എഴുതിയിരിക്കുക. കണ്ടോ സാധനം വന്നു മോനെ, ഭീകര ആണോ? എന്നാ അങ്ങോട്ട് പിടി. രക്ഷയില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ. കണ്ണൊക്കെ തുറന്നു നോക്കിക്കോ. ശരി, ഉദിരൻ എന്ന പേര് കങ്കുവയുടെ വില്ലൻ. അപ്പോൾ അതിനുള്ള പവർ വേണം, ആ തീ വേണം. എന്നാ കണ്ണു തുറന്നോ. ഓ മൈ ഗോഡ്, രക്ഷയില്ല, ഭീകര ഇപ്പൊ മനസ്സിലായി. കങ്കുവയ്ക്ക് ഒത്ത എതിരാളി, ഒത്തതോ അതിൽ മുകളിലോ, അതിന്റെ മുകളിലാവാൻ ചാൻസ് ഉണ്ടോ എന്ന് സംശയം. കങ്കുവ എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? കളർ മാറിയിട്ടുണ്ട്, റെഡിലേക്ക് മാറി. തീയല്ല ഇത് നല്ല കട്ട ചുമപ്പാണ്, ചോരയുടെ. കാരണം ഈ ഒരു പോസ്റ്റർ വരുന്നതിന്റെ ഇവരുടെ അനൗൺസ്മെന്റ് പോസ്റ്റർ വന്നത് തന്നെ കയ്യില് രക്തം അങ്ങനെ കയ്യിൽ കൂടെ ഒഴുകുകയാണ്. ചോര, അതായത് കാലിനെ കാണുന്നത് പോലെയാണ് കങ്കുവയെ കാണുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുന്തിയ ഐറ്റായിരിക്കും ഉദിരനെ കാണുന്നത് എന്തിനെ കാണുന്ന പോലെയാണ് അതുപോലെ. അത് ഈ കാലിനെ കാണുന്നത് പോലെ ആയിരിക്കും. 2 കാലന്മാരായിരിക്കും. അല്ല, കാലനൊരു കാലം ഉണ്ടാവുമല്ലോ, കാലിനെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഐറ്റം. ഇത് ഇന്നലെ നമ്മൾ പോസ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ ഇത് വേറെ ഗോത്രം. അതെ, അത് ഈ 2 ഗോത്രങ്ങൾ തമ്മിലുള്ള സംഭവം തന്നെ ആയിരിക്കണം. ഈ 2 ഗോത്രങ്ങളുടെയും ഗോത്രങ്ങൾക്ക് ഓരോ ഗോത്രങ്ങൾക്ക് ഓരോ സ്റ്റൈൽ ഉണ്ടാവും. അവർ പിന്തുടരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ആചാരം. പിന്നെ അവരുടെ ലുക്കിലും മട്ടിലും ഒക്കെ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ ഇവരുടെ കോസ്റ്റ്യൂം തന്നെ മറ്റൊരുമായിട്ട് ഒരുപാട് വ്യത്യാസം. അതെ, ടോട്ടലി ഡിഫറെന്റ് ആണ്. അതെ, ഭയങ്കര കുറെ കലമാന്റെ കൊമ്പുകൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് തലയിലൊക്കെ. ഈ മറ്റേ ബോബി ഡിയോളിന്റെ നെഞ്ചിലുള്ളതും മാനിന്റെ തലയൂട്ടി വാര്യലും, അതായത് മാനിന്റെ വാര്യലുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു. അതായത് ആ പടച്ചട്ട പോലത്തെ സാധനത്തിൽ അത് ഒട്ടിച്ചു വെച്ചിരിക്കാൻ തോന്നുന്നു. അത് തന്നെയല്ലേ അവിടെ റെഡ് കളർ. ആ മാനിന്റെ ആ തലയൂട്ടിയിലും ചോരയാണ്. അതായത് ഡേഞ്ചർ ആണെന്നുള്ളത് വ്യക്തമാക്കി മനസ്സിലാക്കി തരുന്നുണ്ട്. പിന്നെ കണ്ണ് കണ്ടോ, ഒരു മറിഞ്ഞ തരം കണ്ണ്, ഒരുമാതിരി ഒരു കോങ്കണ്ണ് പോലെ, ഒരു ആലസ്യത്തിൽ നിൽക്കൂലേ. അതായത് സംഭവം മനസ്സിലായി. അതായത് ഇതിലിപ്പോ ഈ പോസ്റ്ററിൽ കാണുന്നത് ഇത്രയും പേര് ആളെങ്ങനെ തൊട്ടിട്ട് നമ്മളിപ്പോ ഒരു ദൈവികമായിട്ടുള്ള രീതിയിൽ കാണുന്നവരെ, അതെ, അങ്ങനെയുള്ളവരെ നമ്മളിങ്ങനെ തൊട്ടിട്ട് ഇത് ചെയ്യൂലേ, അത് എൻജോയ് ചെയ്യണം ആള്. അവരുടെ ആ ഒരു സ്പിരിച്വൽ രീതിയിൽ ആളെ കാണുന്നത് ആള് എൻജോയ് ചെയ്യാണ്. അതാണ് ആ കണ്ണില് പക്കയായിട്ട് മനസ്സിലാവുന്നത്. ഇങ്ങനെ നമ്മളിങ്ങനെ ലയിച്ച് നിൽക്കുക എന്നൊക്കെ പറയും. അവര് വന്ന് തൊട്ടുപോകും, അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിൽക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പൊ കങ്കുവയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട്, അവരുടെ രാജാവ് പോലെ തന്നെ ആയിരിക്കും, അതായത് മെയിൻ ആയിട്ടുള്ള ആൾ തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടേക്ക് വരുമ്പോൾ അവരുടെ ഒരു ദൈവം പോലെ, അതായത് ആൾക്ക് വഴിപ്പെടുന്നത് ആ രീതിയിലായിരിക്കും. അവര് തന്നെ ആളെ പേടിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. കാര്യം വ്യക്തമല്ലേ സംഭവം? ആ ക്യാരക്ടറിന്റെ മാറ്റേ ഇത് ഒരു രക്ഷയില്ല കേട്ടോ. ചെകുത്താനൊന്നും പറയാം, ഡെവിൾ അല്ലേ. അതെ, ഇത് താഴെയുണ്ട് കേട്ടോ, അതും ബ്ലഡിൽ തന്നെ. എന്റെ മോനെ,
ഓ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു കളർ ടോൺ തന്നെ വേറെ കേട്ടോ. അതെ, ഒരു ബ്രൗണിഷ് കളറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സൂപ്പർ. ശരിക്കും ഒരു ഏത് നല്ല രീതിയിലുള്ള സ്പിരിച്വൽ സാധനമാണോ? അല്ല, അങ്ങനെയല്ല, ആ കളറിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്. അത് അതായത് പക്കാ സ്പിരിച്വൽ എന്ന് പറയുന്നത് ബ്ലഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത് വേറെ രീതിയിലുള്ള, അതായത് അവരുടെ ആ ഗോത്രത്തിന്റെ രീതിയിലുള്ള ഒരു സ്പിരിച്വൽ സാധനമായിട്ട്. അതായത് അവിടെയുള്ള അവര് ആരാധിക്കുന്ന ദൈവത്തിനേക്കാൾ മുകളിൽ ആളെ കാണും എന്നുള്ളതാണ്. അതിനനുസരിച്ച് വഴിപ്പെട്ടും അല്ലെങ്കിൽ അടിമകളാക്കിയിട്ടും ഒരുപാട് പേര് അവിടെ ഉണ്ടാവാം. സത്യം, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേക ഒരു താല്പര്യമൊക്കെ ഇതിൽ നിന്ന് കാണുന്നുണ്ട്. ഇവിടെ കൂടുതലും ആളുടെ ചുറ്റിനും നിൽക്കുന്നത് മൊത്തം സ്ത്രീകളാണ്. പിന്നെ പുരുഷന്മാരുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുറകിലേക്കാണ്, ബാക്ക് സൈഡിലാണ് കാണുന്നതുള്ളത്. അപ്പോൾ അതൊരു സെക്ഷൽ രീതിയിലുള്ള ചിലപ്പം അങ്ങനത്തെ ഒരു വന്നേക്കാം, അങ്ങനെയുള്ള അതിലും ആള് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ. എന്താണെങ്കിലും അതായത് ബർത്ത്ഡേ അതുകൊണ്ട് പറയണേ, ടച്ച് ചെയ്യുന്നത് തെറ്റാണ്, വേണമെങ്കിൽ കാണാം. ഒരു സംഭവം പറയാലോ, അത് സ്പർശനേ പാപം, ദർശനേ പുണ്യം. അതൊരു സത്യമാണ്. അത് നീ പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ, മലയാളത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല. ആണല്ലേ, ആൾക്ക് മനസ്സിലാവണല്ലോ. ഇംഗ്ലീഷ് പറ, അത് ഞാൻ പറഞ്ഞല്ലേ. ഹിന്ദിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ നോക്കുന്നത്. വേണ്ട, അതിനേക്കാളും നല്ല മലയാളം മനസ്സിലാക്കി എടുത്തോളൂ. സ്പർശനെ കുച്ച് നഹി എന്നൊക്കെ വേറെന്തെങ്കിലും ആയിപ്പോയോ? സംഭവം തകർത്തുണ്ട് കേട്ടോ. നമ്മള് കങ്കുവ എന്ന് പറയുന്ന സിനിമയില് പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്ന് ഇവര് ഓവറായിട്ടുള്ള സാധനങ്ങളൊന്നും വിടാറില്ല. അപ്ഡേഷൻസ് വിട്ടിട്ടുള്ളത് കങ്കുവിനെ കുറിച്ചുള്ള നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം വില്ലനായിട്ടുള്ള ഉദിരൻ, അതായത് ഉദിരന്റെ ഗോത്രം നമുക്ക് ഇപ്പൊ കാണാം. പിന്നെ ഒരു ടോട്ടൽ 3 കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു സാധനം ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കങ്കുവയുടെ ആ ഒരു ഗോത്രം കാണിക്കുമ്പോൾ അല്ല, തീ എന്താ ഇതിലായിരുന്നു, അതായത് ഇവരുടെ പോസ്റ്ററിലായിരുന്നു. ഈ ക്യാപ്ഷനിലുള്ളത്, സോറി, ഈ കങ്കുവ എന്നുള്ള ടൈറ്റിലുള്ളത് ഒരു ഗ്രേ കളറും ഒരു വൈറ്റും. അതെ, പിന്നെ ബ്ലൂയിലേക്ക് മാറി, ബ്ലൂവും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനിൽ വന്നത് പുതിയ പ്രസന്റ് ലുക്കിൽ, ഇപ്പത്തെ ലുക്കിലുള്ള, അതായത് സൂര്യയുടെ, അതായത് കങ്കുവയുടെ തന്നെ മറ്റൊരു ലുക്ക്, സ്റ്റൈലിഷ് ആയുള്ള ലുക്ക്. ഇപ്പോൾ ഉദിരനിലേക്ക് വന്നപ്പോൾ അതിലെ കങ്കുവയുടെ കളർ കൊടുത്തിരിക്കുന്നത് റെഡ്. സംഭവം ഞാൻ അതല്ല ആലോചിച്ചത്, ഇപ്പം ബോബി ഡിയോളിനും ഉണ്ടാവില്ലേ ചിലപ്പം ഇപ്പത്തെ പ്രസന്റ് ലുക്ക് ഉണ്ടാവണല്ലോ. അപ്പോഴല്ലേ ഇതിന്റെ കണക്ഷൻ വന്നു, കാര്യം കൃത്യമായിട്ട് വരുള്ളൂ. അപ്പൊ അതും വരുമായിരിക്കും. അതെ, പറയാൻ പറ്റില്ല. വന്നേക്കാം. അപ്പോൾ അതിലൊരു കളർ ഉണ്ടാവും. ഇപ്പോൾ അതായത് സയന്റിഫിക്കൽ രീതിയിൽ ആള് കുറച്ച് അങ്ങനത്തെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാവാം അതിനൊരു ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാലോ, ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റിലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലൂ ഒക്കെയാണ് യൂസ് ചെയ്യുക. തീർച്ചയായിട്ടും ഡേഞ്ചറായിട്ട് കാണിക്കുമ്പോൾ, അതായത് ഡെവിൾ അല്ലെങ്കിൽ വില്ലൻ എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുമ്പോൾ റെഡ് കൊടുക്കും, റെഡിലേക്ക് മാറും. പിന്നെ അപ്പുറത്ത് അതായത് ബ്ലാക്കും ഗ്രേയും കൊടുത്തിട്ടുള്ള, അതായത് ഡേഞ്ചറാണ്. അതും നല്ലതും നല്ല കേട്ടോ, ആ ഒരു വിഭാഗവും അതേപോലെ തന്നെ മോശമായിട്ടുള്ള ടീമുകൾ തന്നെ ആയിരിക്കാം. അപ്പം അതും ആ ഒരു കളർ ഷെയ്ഡിൽ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. എന്താണെങ്കിലും സംഭവം പൊളിച്ച് അടിപൊളി പോസ്റ്റർ. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. ഹാപ്പി ബർത്ത്ഡേ നമ്മുടെ മുത്തുമണി. തിരിച്ചുവരവ് ഗംഭീരമായിട്ടാണ് ആള് വന്നുകൊണ്ടിരിക്കുന്നത്. ആൾ കുറെ നാള് നമുക്കറിയാം സിനിമകളിലൊക്കെ വിട്ടു നിൽക്കായിരുന്നു. സംഭവം ഒരു കാര്യം കൂടി പരീക്ഷിക്കാം. അതിന് പകരം ഇതിൽ കൊമ്പ് വെച്ചിട്ട് ഇതില് വേറെ എങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാവും കേട്ടോ. സിമ്പിൾ ആയിട്ട്, അതായത് വേറെ ആരെങ്കിലും തല വെട്ടിയെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ഹെഡ് ചെയ്യുന്നതോ ഗോൾ അടിക്കുന്നതോ ഒക്കെ ആയിരിക്കും. കങ്കുവ എന്ന് പറഞ്ഞത് ഫുട്ബോളാണോ? അല്ല, ഹെഡ് ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഡേഞ്ചർ ആയിട്ടുള്ള ആൾക്കാർ. അങ്ങനെ ഒരു തല എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് നെഞ്ചിട്ട് ഇറക്കും, എന്നിട്ട് കാലിലെടുത്തിട്ട് വീണ്ടും അങ്ങനെയൊക്കെ ചെയ്യും. ഗ്ലാസ് ഇവരങ്ങനെയുള്ള ആൾക്കാരാട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ വരാം. ബൈ.